നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുകയാണല്ലേ, അതും 10,000 രൂപ റേഞ്ചിൽ, നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ ആയിരിക്കും ഇത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 30-40ഓളം സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ഫോൺ ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ട് ഉള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ 40 ഫോൺ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി, ഇതിൻ്റെ യൂട്യൂബ് റിവ്യൂസും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ റേറ്റിംഗ് കണ്ട് ഇതിൻ്റെ റിയൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10,000 രൂപ റേഞ്ചിൽ വരുന്ന ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ 20,000 രൂപ റേഞ്ചിൽ വരുന്ന ദ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ നമ്മൾ നോക്കും. അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി പോകാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ആരെങ്കിലും ഒരു പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു ഫോൺ ഓൺലൈനായിട്ട് വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പ്രൈസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ചില ഫോണുകൾക്ക് ആമസോണിലായിരിക്കും റേറ്റ് കുറവ്, ചിലതിന് ഫ്ലിപ്കാർട്ടിലായിരിക്കും റേറ്റ് കുറവ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4GB 64GB 4GB 128GB 6GB 128GB വേരിയൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, അതായത് നിങ്ങൾക്ക് സ്റ്റോറേജ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. ഏകദേശം 500-1000 രൂപയുടെ ഒക്കെ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് 128GB എങ്കിലും മിനിമം ആവശ്യമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി പോകും. നിങ്ങളുടെ സ്റ്റോറേജ് 64GB ആണെന്നുണ്ടെങ്കിൽ 128GB തന്നെ മാക്സിമം എടുക്കാം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ നിൽക്കരുത്. കാരണം മിക്ക ഷോപ്പുകാർ അവർ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഫോണുകളായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ അടുത്ത് തന്നെ ആളുകൾ വരാറുണ്ട് ഇനീഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ 20,000-30,000 രൂപക്കായിരിക്കും ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാവുക. നമ്മുടെ അതിൻ്റെ സ്പെക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10,000 രൂപയുടെ സെയിം സ്പെക്കായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. 2-3 വർഷം പഴക്കമുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ പ്രായമായിട്ടുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണുകളെ പറ്റി വലിയ അറിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മൂവിങ് കൊണ്ടുള്ള ഫോണുകളായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഓൺലൈനായി ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സോ ഒക്കെ നോർമലി കാണാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഷ്ടികയോ അല്ലെങ്കിൽ ടൈൽസൊക്കെ കിട്ടുന്നുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫോൺ ഡിസൈഡ് ചെയ്യുക. അതിൻ്റെ യൂട്യൂബ് റിവ്യൂസോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ നോക്കി അതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി ഒരു ഫോൺ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ലോക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാം. എന്നാലും കുഴപ്പമില്ല, പറ്റിക്കപ്പെടില്ല. എല്ലാ ഷോപ്പുകാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില ആളുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളും 5G ആണ്. അതേപോലെ തന്നെ എല്ലാത്തിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു 10,000 രൂപ റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ സാംസങ് ഫാൻസിന് വേണ്ടിയിട്ടാണ്. അതായിരിക്കും സാംസങ്ങിൻ്റെ F06 5G. സാംസങ് നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ സർവീസ് സെൻ്ററൊക്കെ നിയർ ബൈ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. HD+60Hz സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. MediaTek Dimensity 6300 ഒരു പ്രൊസസർ കൂടെ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ 1080p 60 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ക്യാമും 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. 5G നെറ്റ്വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മോണോ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കർ കിട്ടില്ല, പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്ന ഫോൺ കൂടെ ഉണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ട്സ് വരെ ചാർജിംഗ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും. ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 8,399 റുപ്പീസ് ആണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോണും സാംസങ് ഫാൻസിന് വേണ്ടിയിട്ടാണ്. അതാണ് സാംസങ് ഗാലക്സി M16 5G. 6.7 ഇഞ്ചസിൻ്റെ Full HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത് മാക്സിമം 90 Hz വരെ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 6300 ചിപ്സെറ്റ്. ബാക്കിൽ 3 ക്യാമറകൾ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ, 5 മെഗാ പിക്സൽ, അതേപോലെ തന്നെ 2 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 30 മെഗാ പിക്സൽ ആണ്. നമുക്ക് ബാക്ക് ക്യാം യൂസ് ചെയ്ത് 1080p 30 FPS വരെ ഒരു ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. 5G ഡിവൈസ് ആണ്. 5000 mAh 25 വാട്ട്സ് വരെ ചാർജിംഗ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും. മോണോ സ്പീക്കർ ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 15 ആണ് വരുന്നത്. 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 11,999 റുപ്പീസ് ആണ്. പിന്നെ കാർഡൊക്കെ വെച്ച് നമുക്ക് ഏകദേശം ഒരു 10,000 രൂപക്ക് അങ്ങനെ ഈ ഒരു ഡിവൈസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Xiaomi Redmi A4 5G ആണ്. 6.88 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മാക്സിമം 120 Hz വരെ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യും. Qualcomm Snapdragon 4S Gen 2 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ 1080p 30 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ക്യാമും 5 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാം കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. മോണോ സ്പീക്കർ ആണ്. 5G ഡിവൈസ് ആണ്. 5160 mAh ബാറ്ററിയും 18 വാട്ട്സ് ചാർജറും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 4GB 64GB വേരിയന്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 7,999 റുപ്പീസ് ആണ്. അടുത്തായിട്ട് നമ്മുടെ ലിസ്റ്റിലെ സ്മാർട്ട് ഫോൺ പോക്കോ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഏകദേശം ഒരു 4 ഡിവൈസസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പോക്കോ M6, M6 Plus, M7, M7 Plus. ഇതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ജസ്റ്റ് ഒന്ന് പ്രൊസസ്സറിന് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് ഏതിലൊന്നിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ പോക്കോ M7 Plusൻ്റെ മാത്രമേ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുന്നുള്ളൂ. 6.9 ഇഞ്ചസിൻ്റെ Full HD+ IPS LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 140 Hz വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും.
സ്നാപ്ഡ്രാഗൺ 6s Gen 3 ചിപ്സെറ്റാണ് വരുന്നത്. 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമും 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമും കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. മോണോ സ്പീക്കറാണ് വരുന്നത്. 5G ആണ്. 7000 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 7000 mAh. ബാറ്ററിയെ പറ്റി പിന്നെ ആലോചിക്കേണ്ടതേ വരില്ല. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 33 വാട്ട്സിൻ്റെ ചാർജറും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 15 ആണ് വരുന്നത്. 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 4GB 128GB പ്രൈസ് വരുന്നത് 10,999 റുപ്പീസാണ്. അടുത്തായിട്ട് നമുക്ക് റിയൽമിയുടെ 3 സ്മാർട്ട് ഫോണുകൾ നോക്കാം. ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമി P3X 5G ആണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.72 ഇഞ്ചസിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. മാക്സിമം 120 Hz വരെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 6400 ചിപ്സെറ്റ് 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിന്റെ 1080p 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക് ക്യാമ കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. മോണോ സ്പീക്കറാണ്. 5G ആണ്. 6000 mAh 45 വാട്ട്സ് വരെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇതിന്റെ ബേസ് വാരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 11,499 റുപ്പീസാണ്. പോപ്പുലർ ആയിട്ടുള്ള രണ്ട് കാർ മാനുഫാക്ചറിംഗ് ബ്രാൻഡുകളാണ് ടൊയോട്ടയും സുസുക്കിയും. സുസുക്കി ഒരു കാർ ഇറക്കി കഴിഞ്ഞാൽ ലോഗോ മാറ്റി നേരെ ടൊയോട്ട ഇറക്കും. അതേപോലെ ഒരു ട്രെൻഡ് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും വരുന്നുണ്ട്. അതായത് T4 ലൈറ്റിന് വിവോ T4 ലൈറ്റ് 5Gയുടെയും IQ C10 ലൈറ്റ് 5Gയുടെയും സ്പെസിഫിക്കേഷൻസ് ഒക്കെ സെയിം ആണ്. പ്രൈസും സെയിം ആണ്. ജസ്റ്റ് ബ്രാൻഡ് മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനോടാണ് കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് ആ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടിൽ വരുന്നത് 6.74 ഇഞ്ചസിന്റെ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 90 Hz വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 6300 ചിപ്സെറ്റ് 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യുന്ന 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റിയ ബാക്ക് ക്യാമ കൊടുത്തിട്ടുണ്ട്. 5 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൂടെ വരുന്നുണ്ട്. 6000 mAhന്റെ 15 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജറും കൂടെ ഇൻക്ലൂഡ് ആണ്. സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. 5G ഡിവൈസ് ആണ്. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 10,499 റുപ്പീസാണ്. അടുത്തായിട്ട് നമുക്ക് മോട്ടോയുടെ രണ്ട് ഫോണുകൾ നോക്കാം. മോട്ടോ G35 അതേപോലെ തന്നെ മോട്ടോ G45. മോട്ടോ G45 കൂടെ വരുന്നത്. ഇതിനകത്ത് വരുന്ന 6.5 ഇഞ്ചസിന്റെ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 120 Hz വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 6s Gen 3 ചിപ്സാണ് വരുന്നത്. 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിൽ 1080p 30 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്. ഹയറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യും. 5G ഡിവൈസ് ആണ്. 5000 mAhന്റെ ബാറ്ററിയും 18 വാട്ട്സിന്റെ PDയും ക്വിക്ക് ചാർജറും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 4GB 128GB പ്രൈസ് പറയുന്നത് 10,999 റുപ്പീസാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ വളരെ കുറവാണ്, നിങ്ങൾക്ക് നല്ലൊരു സ്പെക്കുള്ള ഫോൺ വേണം, അതായത് ഒരു പ്രീമിയം സ്പെക്കുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ രണ്ട് ബ്രാൻഡുകളായിരിക്കും ലാവയും ഇൻഫിനിക്സും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലാവയുടെ ഭാഗത്തു നിന്നൊരു ഫോൺ വരുന്നുണ്ട്, ലാവ ബ്ലേസ് ഡ്രാഗൺ 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത്. ഏകദേശം 6.7 ഇഞ്ചസിൻ്റെ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 120 Hz വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ചിപ്സിനാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ 2 മെഗാ പിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമും കൊടുത്തിട്ടുണ്ട്. 1080p 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. മോണോ സ്പീക്കറാണ്. 5G ഡിവൈസ് ആണ്. 5000 mAh 18 വാട്ട്സ് വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 9,999 റുപ്പീസാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇൻഫിനിക്സിൻ്റെ ഒരു ഫോൺ നോക്കാം. അതായിരിക്കും ഇൻഫിനിക്സ് ഹോട്ട് 65G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.75 ഇഞ്ചസിൻ്റെ HD പ്ലസ് സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz ഒരു ഡിസ്പ്ലേ ആണ്. MediaTek Dimensity 6400 ചിപ്സെറ്റ് 50 മെഗാ പിക്സൽ 1080p സപ്പോർട്ട് ചെയ്യുന്ന 30 മെഗാ പിക്സൽ 30 FPS ബാക്ക് ക്യാമ കൊടുത്തിട്ടുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. 5G ആണ്. 6000 mAhന്റെ ഒരു 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററിയും. ആൻഡ്രോയിഡ് 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 4GB 128GB പ്രൈസ് വരുന്നത് 10,499 റുപ്പീസാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു 20,000 രൂപയുടെ അണ്ടറുള്ള സ്മാർട്ട് ഫോണിൻ്റെ ലിസ്റ്റ് കൂടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് തന്നെ ഉണ്ടാവും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേ തന്നെ മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.